ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 339. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിലെ അധ്യായം 1 13ാമത്തെ ഖണ്ഡമാണ്. ഈ 13ാമത്തെ ഖണ്ഡത്തിൽ ചില അക്ഷരങ്ങൾ ചില ദേവതകളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് മുൻപ് കാലത്തുള്ളത് മാത്രമാണോ അല്ലെങ്കിൽ വേദങ്ങളിലുള്ളത് മാത്രമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് ആധുനിക സയൻസിലും എല്ലാം അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാത്ത തരത്തിലുള്ള അക്ഷരങ്ങളെയാണ് അവർ ഉപയോഗിക്കുക. കാരണം ബാക്കിയുള്ള ഭാഷക്ക് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചാൽ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് ചില ശബ്ദങ്ങളെല്ലാം അവർ അധികവും എല്ലാ ദേവതകൾക്കും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവതകൾക്കും ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കും അറിയാലോ, കെമിസ്ട്രിയിലാണെങ്കിൽ H എന്നതുകൊണ്ട് ഹൈഡ്രജൻ, O എന്നതുകൊണ്ട് ഓക്സിജൻ, അങ്ങനെ അങ്ങ് പോകും. അതേമാതിരി മാത്സിലാണെങ്കിൽ XYZ ഇങ്ങനെ കുറേ ABCD എന്നുള്ള പറയുന്ന അക്ഷരങ്ങളെല്ലാം അവർ മാത്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട്. ഫിസിക്സിലാണെങ്കിൽ റെസിസ്റ്ററിന് എല്ലാം ഓരോ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. റെസിസ്റ്റർ എന്താണെന്ന്, കപ്പാസിറ്റർ ആണെങ്കിൽ അതിനെല്ലാം ചില എംബ്ലങ്ങൾ, സിമ്പിൾ എല്ലാം ഉപയോഗിക്കും. അപ്പം അത് പണ്ടുകാല ഇക്കാലത്ത് ശാസ്ത്രീയമായിട്ട് നമുക്കും അത് ആവശ്യമാണ്. പ്രധാനപ്പെട്ട ചില വസ്തുക്കളെല്ലാം എഴുതുമ്പോൾ അത് പിന്നെ നീട്ടി വലിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രയാസമാണ്. അല്ലെങ്കിൽ ചുരുക്കി പറയേണ്ടിക്കലെല്ലാം ഇവയെല്ലാം ചില അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത് ഈ ആധുനിക സയൻസിൽ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. വേദങ്ങളിലും അതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ദേവതകളെയെല്ലാം ചില അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഓം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ആദ്യം ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളും കാണാൻ പോവുകയാണ്. അത് ഏത് ഘട്ടത്തിൽ? 13ാമത്തെ ഘട്ടത്തിലൂടെയാണ് അത് പറഞ്ഞു തരുന്നത്. ഒരുമാതിരി എല്ലാത്തിനും ഓരോ അക്ഷരങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദങ്ങൾ എല്ലാമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത്തരത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ. അത് ചുരുക്കി പറയുന്ന ഒരു രീതി തന്നെയാണ്. നമ്മൾ =, എന്ന് പറയുന്നതിന് പകരം 2 വര, ഗ്രേറ്റർ ദാൻ എന്ന്, ഇപ്പം സയൻസിലെല്ലാം ഗ്രേറ്റർ ദാൻ എന്നെല്ലാം എഴുതണ്ടിക്ക് വളരെ പാടാണ്. അപ്പം ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നെല്ലാം പറയുന്ന 2 സിമ്പിൾ ഉണ്ട്. ഇപ്പം മാത്സ് സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ പൊതുവായി വരുന്ന വാക്കുകൾ അതിനെ അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ആ അക്ഷരത്തിനും എന്തെങ്കിലും അല്ല അർത്ഥം വെക്കത്തക്കവണ്ണം, ഇപ്പോൾ ഹൈഡ്രജന് നമ്മൾ H എന്ന് പറയുമ്പോഴെന്താ, എന്തുകൊണ്ടാണ് H എടുത്ത്? ഹൈഡ്രജൻ്റെ ആ പേരിൽ നിന്നുള്ള ഒരു അക്ഷരം എടുത്തു. അപ്പം മനസ്സിലാക്കാൻ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഏതെങ്കിലും അക്ഷരം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ആ പേരിൻ്റെ തന്നെ ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. H എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെട്ടെന്ന് വരും. നേരെ മറിച്ച് ഓക്സിജന് H എടുത്ത് ഹൈഡ്രജന് O എടുത്തിരുന്നെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുക. എന്തായിരിക്കും O കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ല, പേരുമായിട്ട്. അപ്പം സ്വഭാവവുമായിട്ട് പേരുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടെല്ലാണ് സാധാരണ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഇവരും നമ്മൾ കണ്ടിട്ടില്ല, ഓംകാരത്തിന് ഓം എന്ന് പറയുമ്പോൾ നമ്മൾ വായ തുറന്ന് ആ ഉ മ
വായു എടുത്ത് അമർത്തി കംപ്രസ് ചെയ്യുക. അങ്ങനെയാണ് ബ്രഹ്മം, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഒരംശം എടുത്തിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് കണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോഴും ഓമിലാണ്. ആദ്യം തന്നെ വായയിലൂടെ ശ്വാസം എടുക്കുന്നു, ഓം. അപ്പൊ തുടക്കം ഓം എന്നതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഓം എന്ന വാക്ക് എടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ആ വാക്കുമെല്ലാമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അവർ അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളും സയൻസിൽ അക്ഷരങ്ങൾ ഓരോ ഇലക്ട്രോൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നിയോൺ, മറ്റേ ക്രിപ്റ്റോൺ, ഇങ്ങനെയെല്ലാം ഉള്ളതിന് പേരെടുക്കുമ്പോൾ ആലോചിച്ച് എന്താണ് എളുപ്പ വഴി? എന്താണ്? അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ എല്ലാം അക്ഷരം ചേർത്തങ്ങ് എടുക്കാമെന്നുള്ളത് ഒരു ധാരണയായി. അതാണ് എളുപ്പം. പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം റിപ്പീറ്റേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ അടുത്തേയും കൂടി എടുക്കുക. അപ്പോൾ എളുപ്പമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതേസമയം അതിൻ്റെ അകത്തുനിന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വിഷയമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു അക്ഷരവും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്തോതാക്ഷരങ്ങളുടെ ഉപാസനയാണ് ഈ 13ാമത്തെ ഖണ്ഡത്തിൽ വരുന്നത്, അക്ഷരങ്ങളുടെ ഉപാസന. അപ്പം നമുക്ക് ദേവതകളെ അക്ഷരങ്ങളായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ഉപാസിക്കുക. അപ്പം നമ്മൾ ആ അക്ഷരം പറയുമ്പോൾ നമ്മൾ ആ ദേവനെയാണ് മനസ്സിൽ കാണേണ്ടത്. ആ ദേവനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആ ഒരു അക്ഷരം ഉപയോഗിക്കുന്നത്. പക്ഷേ ആ അക്ഷരം എടുക്കുമ്പോഴും ഭാഷ ഉപയോഗിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ ആശയക്കുഴപ്പം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രത്യേക തരത്തിലുള്ള അക്ഷരങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ആ അക്ഷരങ്ങളുടെ ഉപാസന? അക്ഷരങ്ങളിലൂടെ നമുക്ക് ഓരോ ദേവനെയും ഉപാസിക്കത്തക്കവണ്ണം ചുരുക്കി. നമ്മളും സയൻസിലും എച്ചിലൂടെ, കെമിസ്ട്രിയിൽ ഹൈഡ്രജനെയാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉപാസന ചെയ്യുന്നത്. ഉപാസന ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുക, അതിനെ ആശ്രയിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സയൻസിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഹൈഡ്രജനെ എച്ച് എന്നെടുക്കും, ഓക്സിജൻ ഓന്നെല്ലാം എടുത്തിട്ട് അങ്ങനെ നമ്മളെ യജ്ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ ആദ്യത്തെ മന്ത്രത്തിലെ ഹാ ഉ എന്നതിനെ ലോകമാണ് ഉദ്ദേശിക്കുന്നത്. ഹാവു എന്ന് പറയുന്ന അക്ഷരം കൊണ്ട്, എന്ന ശബ്ദം ലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ ഒരു ലോകത്തെ ഹാവു എന്നതുകൊണ്ട് ഉപാസിക്കുക. അപ്പം ലോകം എന്നിനി പറയേണ്ട ആവശ്യമില്ല, ഹാവു എന്ന് എഴുതിയാൽ മതി. ഹൈഡ്രജൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, എച്ച് എന്ന് എഴുതിയാൽ മതി, H2 എന്ന് ഇട്ടാൽ മതി. ആ വിഷയം പഠിച്ചവർക്ക് മനസ്സിലാവും. ഹാ ഈ എന്ന് പറയുമ്പോൾ വായുവിനെയാണ്, എന്ന ശബ്ദം വായുവിനെയാണ് അർത്ഥമാക്കുന്നത്. അപ്പം ആ അക്ഷരത്തിലൂടെ വായുവിനെ നമുക്ക് ഉപാസിക്കാം. അപ്പം ലോകമായി, വായുവായി, ഹാ ഈ. അഥ എന്നതുകൊണ്ട് ചന്ദ്രനെയും, ഈഹ എന്നതുകൊണ്ട് ആത്മാവിനെയും, ഈ എന്നതുകൊണ്ട് അഗ്നിയെയും. ഇതാണ് ആദ്യത്തെ മന്ത്രങ്ങളിലൂടെ അക്ഷരങ്ങളെ പ്രധാനപ്പെട്ട ഇതെല്ലാം ദേവതകളാണ്, ദേവതകളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. ഊകാരം കൊണ്ട് ആദിത്യനെയും, ഏകാരം കൊണ്ട് ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഏ എന്ന് പറഞ്ഞാൽ മതി. ഓഹോയ് എന്നതുകൊണ്ട് വിശ്വദേവതകളെയും, ഓഹോയ് സാധാരണ ഇങ്ങനത്തെ വാക്കൽ ഓഹോയ് എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വിശ്വത്തിലുള്ള എല്ലാ ദേവതകളെയും പൊതുവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ള ദേവതകളെ. ഹിം എന്നതുകൊണ്ട് പ്രജാപതിയെയും, സ്വ എന്നതുകൊണ്ട് പ്രാണനെയും, യാ എന്നതുകൊണ്ട് അന്നത്തെയും,
വാക് എന്നതുകൊണ്ട് വിരാട രൂപത്തെയും എല്ലാം അവർ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ മന്ത്രത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ആര് ഈ പ്രകാരത്തിൽ ഇവയെ മനസ്സിലാക്കുന്നുവോ, ഇതാർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? സയൻസ് പഠിച്ചവരല്ലേ, ഇങ്ങനത്തെ പഠിക്കുന്നവരാണ് ഈ അക്ഷരം കൊണ്ടുള്ള കളികളിലേക്ക് പോകുന്നത്. മാത്സ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറേ അക്ഷരങ്ങളും അക്കങ്ങളുമാണ്. ഭാഷ ഉപയോഗിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കുറച്ചാണ്. ബാക്കിയെല്ലാം ഇങ്ങനെയുള്ള കുറേ അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ കൊണ്ടാണ് മാത്സ് പോകുന്നത്. കെമിസ്ട്രി ആയാലും എന്ത് വിഷയമായാലും ഇത്തരത്തിലാണ് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പം പഠിക്കുന്ന ആൾക്കാർ ആര് ഈ പ്രകാരത്തിൽ ഇവയെ മനസ്സിലാക്കുന്നുവോ അവർ വാക്കിനെ ദോഹനം ചെയ്തുകൊണ്ട് അന്നത്തെ നേടുന്നു. എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത്? അന്നം നേടാൻ തന്നെ. നമ്മൾ ഈ H2O എല്ലാം പഠിക്കുന്നത് എന്തിനാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ H2O2 ഇങ്ങനെയെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? H ഹൈഡ്രജൻ ആറ്റം, O ഓക്സിജൻ ആറ്റം എല്ലാം പഠിക്കുന്നത് എന്തിനാണ്? അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാസപ്രവർത്തനങ്ങളുടെ പിന്നിൽ ഇതെല്ലാം തന്നെയാണുള്ളത്. ലോകത്തിൽ എന്ത് കർമ്മം ചെയ്യേണ്ടിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ. അങ്ങനെ കെമിസ്ട്രിയിലൂടെ പഠിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിച്ചിട്ടാണ് നമ്മൾ ലോകം പുരോഗമിക്കുന്നത്, നമ്മുടെ അന്നം നേടുന്നത്. അന്നം നേടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നേടിയെടുക്കുന്നത്. തിന്നുന്ന മാത്രമൊന്നുമല്ല അന്നം. അന്നം എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് എന്ന നിലയിലും നമ്മൾ കാണണം. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, സോമം കൊടുത്തിട്ട് അന്നം പ്രൊഡ്യൂസ് ചെയ്യുക, സോമം ഇൻപുട്ട്, അന്നം ഔട്ട്പുട്ട്, ആ നിലയിൽ അതിനെ കാണണം. ഇതെല്ലാം ചുരുക്കിയുള്ള സയൻസിലൊക്കെയുള്ളവരുടെ, സയൻസിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയും, ഔട്ട്പുട്ട് എന്ന് പറയും, സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം അത് അബ്സോർബ് ചെയ്യുന്നതെന്നെല്ലാം പറയും സയൻസിൽ. അത് തന്നെ എവിടെയും പറയുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നു, സോമം കൊടുക്കുന്നു, ആഹൂതി അർപ്പിക്കുന്നു എന്നെല്ലാം പറയും. അപ്പം അതിൻ്റെ അകത്ത് ഇന്ദ്രനാണ് നൽകുന്നത്. അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നു. ഇതെല്ലാം സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്തരത്തിൽ തന്നെയാണ് ഇതെല്ലാം ആദ്യം അക്ഷരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെയും വായു, ചന്ദ്രൻ, ആത്മാവിനെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് അവർ എന്നിട്ട് ഈ അക്ഷരങ്ങളെ ഉപാസിക്കുക. അക്ഷരങ്ങളെ ഉപാസിച്ചാൽ മതി. പിന്നെ അക്ഷരങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അവർ കുറേ അക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അവർ ഈ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യുന്നു? അന്നം നേടുന്നു. എന്തിനു വേണ്ടി? ഇതെല്ലാം അതിനെ ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ട് വേദമന്ത്രങ്ങളെ ആയാലും ആധുനിക സയൻസ് പ്രിൻസിപ്പിൾസിനെ എല്ലാം സയൻസിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷരങ്ങളെല്ലാം അവർ ഉണ്ടാക്കി, ചിഹ്നങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ലോകം ഗവേഷണങ്ങൾ നടത്തുകയും പുരോഗതികളെല്ലാം നേടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ അധ്യായം 1 അവസാനിച്ചു. ഇനി നമ്മൾ 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്.